പിന്നെ ഈ മല്ലു മെക്കാനിക് തുടങ്ങാനുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയം എന്തായിരുന്നു ശരിക്കും? ഈ മല്ലു മെക്കാനിക് എന്നുള്ള പേര് ശരിക്കും ഞാൻ ഇട്ടതല്ല. അത് ഞാൻ മുന്നേ ജോലി ചെയ്യുന്നിരുന്ന സ്ഥലത്ത് ഒരു മലയാളി മെക്കാനിക് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് മല്ലു ആയിട്ട് എല്ലാവരും നമ്മളെ മലയാളികളെ മല്ലു എന്നല്ലേ വിളിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അബീസുയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ള ഈസ്റ്റാമിലാണ്. കാര്യം നമുക്കറിയാം, ഇവിടെ നമുക്ക് വണ്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ള നമ്മുടെ സ്വന്തം മലയാളികളുടെ മല്ലു മെക്കാനിക് ഷോപ്പിലാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് പോയി അത് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അപ്പോൾ അതിൻ്റെ ഓണറായിട്ടുള്ള ആൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് വീഡിയോയിലോട്ടോ. ബ്രോ ഒന്ന് പേരും കാര്യങ്ങളും. എൻ്റെ പേര് വിഷ്ണു. ഇവിടെ സ്ഥലം റോംഫോർഡ്, നാട്ടിലെ സ്ഥലം കൊല്ലം അല്ലേ? ശരിക്കും നമ്മുടെ ഇവിടെ എന്തൊക്കെ സർവീസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ ഈ യൂണിറ്റിനകത്ത് മെക്കാനിക്കൽ ആണ് കൂടുതലും ചെയ്യുന്നത്. മെക്കാനിക്കലും പിന്നെ മോഡിഫിക്കേഷൻ വർക്ക് അങ്ങനെയുള്ളത്. മെക്കാനിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എൻജിൻ റീബിൽഡ്, ഗിയർ ബോക്സ് റീബിൽഡും പിന്നെ ടൈമിംഗ് ചെയിൻ്റെത് ഇപ്പം നിലവിൽ ചെയ്യുന്നില്ല. ബാക്കിയുള്ള ഒട്ടുമിക്ക വർക്കുകളും ചെയ്യുന്നുണ്ടല്ലേ? നമുക്കിവിടെ ഒരു MOT പ്രീ ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. MOT ചെയ്യുന്നുണ്ട്, ഈ യൂണിറ്റിനകത്തല്ല, പുറത്താ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ പ്രീ ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? AC-യുടെ വർക്കും ഇല്ല. AC-യുടെ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു പ്രീ ചെക്കപ്പിന്, അതായത് നമുക്കൊരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു വണ്ടി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമോ? ഉണ്ട്, ചെയ്യും. അതിന് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പം വണ്ടി ലിഫ്റ്റിൽ പൊക്കി വെച്ച് എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 20 കൊണ്ടാണ് നമ്മൾ മിനിമം പേടിക്കുന്നത്. അല്ല, കമ്പ്യൂട്ടർ ഡയഗ്നൈസിങ് ആണെങ്കിൽ 35 ഉണ്ട്. 35 പ്ലസ് വാറ്റ് വരും, മറ്റേത് 20 പ്ലസ് വാറ്റ് വരും. ഓക്കെ. ഇപ്പം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് 2-3 വർഷമായല്ലോ. സത്യം പറഞ്ഞാൽ ഒരു മലയാളി ഇവിടെ ഒരു വണ്ടി എടുക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വണ്ടി എടുക്കുമ്പോൾ എല്ലാവർക്കും കൂടെ പണി കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചില വണ്ടിയൊക്കെ നമ്മൾ എടുത്തോണ്ട് വരുമ്പോൾ തന്നെ ഒരു 50-60 മൈല് മോട്ടോർ വേയിൽ വരെ നിന്നുമായിട്ടുള്ള. ഞാൻ ഇവിടെ വന്ന് ആദ്യം എടുത്ത വണ്ടി വഴിയിലായിരുന്നു, ഫസ്റ്റ് മേടിക്കുന്ന വണ്ടി മേടിച്ച് 10 മിനിറ്റ് ഓടിയില്ല, 10 മിനിറ്റിനകത്ത് തന്നെ വഴിയിലായി. അപ്പം നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്യണ വണ്ടിക്ക് നമ്മൾ എന്ത് ജെന്യൂനിറ്റി ആണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത്? നമ്മൾ 3 മാസം എഞ്ചിനും ഗിയർ ബോക്സും വാറണ്ടി, മിനിമം 28 ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 28 ദിവസം കഴിഞ്ഞാൽ അടുത്ത 3 മാസം വരെ എഞ്ചിനും ഗിയർ ബോക്സും വാറണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 6 മാസം വരെ എഞ്ചിനും ഗിയർ ബോക്സും വാറണ്ടി. അതിലിപ്പോൾ 28 ദിവസത്തിനകത്ത് എഞ്ചിനോ ഗിയർ ബോക്സോ പോവുകയാണെങ്കിൽ ആ പൈസ റീഫണ്ട്. ആ വണ്ടിക്ക് എത്ര രൂപയാണോ അവർ തന്നത് ആ പൈസ റീഫണ്ട് കൊടുക്കും. അതെല്ലാം കറക്റ്റ് ആ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് നമ്മൾ കറക്റ്റായിട്ടെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ വാറണ്ടിയുടെ കാര്യങ്ങൾ, എഞ്ചിനും ഗിയർ ബോക്സ് മാത്രമാണ് വാറണ്ടി വരുന്നത്. അല്ല ഇപ്പോൾ 12 മണിക്കൂറിനകത്ത് വിളിച്ചിട്ട് പറയാം ഇപ്പോൾ വണ്ടിക്ക് അവിടുന്ന് സൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലോവർ വർക്ക് ചെയ്യുന്നില്ല, AC വർക്ക് ചെയ്യുന്നില്ല എന്ന് വിളിച്ച് പറഞ്ഞാൽ അതും പരിഹരിച്ചു കൊടുക്കും. പക്ഷെ അത് ആ 12 മണിക്കൂറിനുള്ളിൽ വിളിച്ചിട്ട്, ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ചെയ്യില്ല. കാര്യം നമ്മൾ വിൽക്കുന്ന എല്ലാം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അതിൽ 99% കാറ്റഗറി വണ്ടികളാണ് വിൽക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്കിപ്പോൾ അറിയാം, നമുക്ക് ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ബേസ്ഡ് ആണ് UK എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത്. ഈവൻ നമ്മുടെ മുടി വെട്ടണ വരെ UK ബുക്കിംഗ് സിസ്റ്റത്തിലാണ്. അപ്പം നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ ഒരു വണ്ടി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബുക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പണിക്ക് എത്ര സമയം നിങ്ങൾ എടുക്കണത്? അത് നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിങ്ങും എടുക്കുന്നുണ്ട്, അല്ലാത്തതും എടുക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ ദൂരെ നിന്ന് വരുന്ന കസ്റ്റമറാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അത് കഴിയുന്നതും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ പറയും. കാര്യം അല്ലേ അവർ വന്നിട്ട് പിന്നെ സാധനമില്ല അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ട്. അല്ലാതെ ബുക്ക് ചെയ്യാതെ വരുന്ന വണ്ടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മല്ലു മെക്കാനിക് തുടങ്ങാനുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആശയം എന്തായിരുന്നു ശരിക്കും? ഞാൻ ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ്. സ്റ്റുഡൻ്റായിട്ട് വന്നതിന് ശേഷം ഒരുപാട് പല ടൈപ്പ് ജോലികൾക്കെല്ലാം പോയി. ഈ മല്ലു മെക്കാനിക് എന്നുള്ള പേര് ശരിക്കും ഞാൻ ഇട്ടതല്ല. അത് ഞാൻ മുന്നേ ജോലി ചെയ്യുന്നിരുന്ന സ്ഥലത്ത് ഒരു മലയാളി മെക്കാനിക് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അത് മല്ലു ആയിട്ട് എല്ലാവരും നമ്മളെ മലയാളികളെ മല്ലു എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ മല്ലു മെക്കാനിക് ഉണ്ട്, അവിടെ ചെല്ലും മല്ലു ഉണ്ട്. അത് പിന്നെ അങ്ങ് മല്ലു മെക്കാനിക്കായി. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്ത് അതിനുശേഷം സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ച് തുടങ്ങിയ സമയത്ത് പേര് മല്ലു മെക്കാനിക് എന്ന് പേരങ്ങിട്ട്. അല്ലാതെ ഇത് ഇങ്ങനെ പേര് ഇടണം എന്ന് വിചാരിച്ചില്ല. അത് ആൾക്കാരായിട്ട് തന്നൊരു പേര് ഞാൻ കമ്പനി തുടങ്ങിയപ്പോൾ അത് അങ്ങനെ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം വർക്ക് ചെയ്തത് ഇംഗ്ലീഷുകാർക്കോടൊപ്പം ആണോ ആദ്യം? അല്ല, ഞാനൊരു വർക്ക്ഷോപ്പ് ഒരു 4-5 വർഷോപ്പോളം ജോലി ചെയ്തിട്ടുണ്ട്. പ്രസ്റ്റീജ് ഓട്ടോ പാർട്സ്, പിന്നെ അത് ഇതിനകത്ത് തന്നെ. പിന്നെ അല്ലാതെ പുറത്ത് 6 അല്ലെങ്കിൽ 2-3 വേറെ കമ്പനികളും പുറത്ത്, എല്ലാവരും 4 വർക്ക്ഷോപ്പിലോളം പണിയെടുത്തായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷത്തിന് മേളിലാവുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം? അല്ല, എനിക്ക് കുഴപ്പമില്ല. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ വിദ്യാഭ്യാസവും ഞാൻ ചെയ്യുന്ന ജോലിയും തമ്മിൽ രണ്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇപ്പം അച്ഛൻ ചെയ്യുന്നത് ബിസിനസ്സാണ്, അത് വേറെ ബിസിനസ്സാണ്, ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സല്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനും അനിയനും ചെയ്യുന്ന ജോലി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നത്.
അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മല്ലു മെക്കാനിക്കിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം. ഇനി യാർഡ് വേറെ ഉണ്ട്, അതിൽ പുള്ളിയുടെ അനിയൻ അവിടെ ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. നമ്മൾ അങ്ങോട്ടും പോകണമായിരിക്കും. അപ്പോൾ ജസ്റ്റ് വർക്ക്ഷോപ്പ് ഇതാണ്. ഇൻറ്റീരിയറിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി ചെയ്ത് ഇതാണ്. അതായത് ഒരു സ്ഥലത്ത് പണിക്ക് നിന്നാൽ അത് പണി പഠിച്ച് എന്നിട്ട് അവരുടെ ഇൻട്രസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഇതിലോട്ട് വന്നത്. അല്ലാതെ ഒരു സ്പോൺസർഷിപ്പോ വിസയോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. കാര്യം ഞാൻ എന്ത് സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പോയാലും അതിൽ മൂന്നാമത്തെ കമന്റ് തന്നെ ബ്രോ ഇത് ചെയ്താൽ സ്പോൺസർഷിപ്പ് കിട്ടുക. ഇല്ല, ഇത് അങ്ങനല്ല. ഇത് സംഭവം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് വണ്ടികളാണ് കൂടുതലും ഇഷ്ടമുള്ളത്. അപ്പം എൻ്റെ കയ്യിലുള്ള വണ്ടികൾ പുറത്തു കൊടുത്ത് പണിയുന്നത്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ 5 വണ്ടിയുണ്ട്. ഈ 5 വണ്ടിയുടെ മെയിൻ്റനൻസ് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ നല്ലൊരു തുക വേണം. അപ്പം എന്നെ സംബന്ധിച്ച് ഇതിനകത്ത് എനിക്ക് എൻ്റെ വണ്ടികളും പണിയാം, പുറത്തെ വണ്ടികളും പണിയാം, പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പോവാം. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് വേറെ പണിയൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതാ എനിക്കിഷ്ടം ഈ വണ്ടി പണിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ മുമ്പോട്ട് ഇതുകൊണ്ട്. ഇത് കൂടാതെ ഒരു ബോഡി ഷോപ്പും ഉണ്ട് ഇതിനകത്ത്. ബോഡി ഷോപ്പ് ഉണ്ട്. ഇനി ഇത് കൂടാതെ ഒരു യൂണിറ്റും കൂടെ ഉണ്ട്. അത് ഒരു യൂണിറ്റിന്റെ നേർപാതി 2ആയിട്ട് ഷെയർ ചെയ്ത്. അപ്പൊ അവിടെ എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ബോഡി വർക്ക്, നമ്മൾ ഈ എടുക്കുന്ന കാറ്റഗറി വണ്ടിയല്ലേ കൂടുതലും വിൽക്കുന്നതും അതാ. അപ്പൊ അതിന്റെ ബോഡി വർക്ക് കാര്യങ്ങൾ, പിന്നെ കസ്റ്റമർ ഉണ്ട്. ഇതിപ്പോ പെയിന്റ് ചെയ്ത് വന്നേ ഉള്ളൂ ഈ വണ്ടി. ഇത് കസ്റ്റമർ, ഇത് ആക്സിഡന്റ് ഡാമേജ് ആയിരുന്നു ഈ വണ്ടി. പിന്നെ നമുക്ക് ക്ലെയിം കമ്പനി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബോഡി ഷോപ്പ് മസ്റ്റ് ആയിട്ട് വേണം. ബോഡി ഷോപ്പ് മെക്കാനിക്കലും മസ്റ്റ് ആയിട്ട് വേണം. അതുകൊണ്ടാണ് അത് ബോഡി ഷോപ്പ് സെപ്പറേറ്റ് ആയി എടുത്തേക്കുന്നത്. ഇത് 2014 1.4 ഗോൾഫാ. ഇതിപ്പോൾ നമ്മൾ 6 ലൈൻ്റെ ബമ്പർ കയറ്റി റീപെയിൻറ്റ് ചെയ്തേക്കും. ഇത് ഫ്രണ്ടും ബാക്കും. ചേട്ടാ ഇവിടുന്ന് തന്നെ എടുത്ത വണ്ടിയാ. അതിനുശേഷം പിന്നെ രണ്ടാമത് ചെയ്തത് ബ്രേക്ക് ലൈറ്റ്, പിന്നെ അലോയി ടയറ്, ഫ്രണ്ടും 6 ലൈൻ്റെ ബമ്പർ. കാഴ്ചയിൽ 6 ലൈൻ, ബോണ്ട് തുറന്നു കഴിഞ്ഞാൽ 1.4. നമ്മളിവിടെ എല്ലാ ടൈപ്പ് വണ്ടികളും പണിയാറുണ്ടോ? അത് ചെയ്യില്ല, എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞ് നമ്മുടെ വണ്ടി പയ്യെ ഇറക്കുകയാണ്. ആണ് നമ്മുടെ മല്ലു മെക്കാനിക്കിൻ്റെ യാർഡ് വന്നത്. ഓക്കെ, ഇതെല്ലാം കൊടുക്കാനുള്ള വണ്ടിയാട്ടോ. ഈ വണ്ടിക്ക് നമ്മൾ ഒത്തിരി വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം വണ്ടി. ഇത് അവർക്കിടെ തന്നെ പിക്കപ്പ് വാനാണ്. പിന്നെ ഇത് അവർക്കിടെ ചെറിയൊരു ഓഫീസ് പോലെ, ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞ് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് പോലെയൊക്കെ ഉണ്ടാ. പിന്നെ ഇതുണ്ട്, ഇത് അവർക്കിടെ ഒരു ഓഫീസ് പോലെ. അവർക്കിടെ ഓഫീസ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ആരും പരിഗണിക്കണം. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഫ്രം അബീസ് യുകെ ചാനൽ. ബൈ മച്ചാനെ.